പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം തിരുവചനം. One of the soldiers pierced his side with a spear, and at once blood and water came out. Gospel of Saint John, chapter 19, verse 34. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന്, ചങ്കിൽ നിന്ന് കടന്നു വന്നത് രക്തവും വെള്ളവും മാത്രമല്ല, അവിടുത്തെ കരുണയും സ്നേഹവും ഒക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ദൈവകരുണയുടെ ഒത്തിരി വാഴ്ത്തപ്പെട്ട ദിനങ്ങൾ, ഫൗസ്റ്റീന പുണ്യതയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഒത്തിരി സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴും ആത്മാവിൻ്റെ അഭിഷേകമായിട്ട് ഈ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ ഒഴുകപ്പെട്ട വെള്ളത്തെ പറ്റി സൂചിപ്പിക്കാറുണ്ട്. ഈശോയിൽ നിന്ന് ഒഴുകപ്പെട്ട ആ വെള്ളം അത് ആത്മാവിൻ്റെ അഭിഷേകമായിട്ട് തിരിച്ചറിയുന്ന പണ്ഡിതന്മാരുണ്ട്, തിരുസഭ പണ്ഡിതന്മാരുണ്ട്. നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം. കർത്താവേ, പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയുള്ള അടുത്ത സുദിനങ്ങളിൽ ഞങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഒരു നവമായ പെന്തക്കോസ്ത, ഒരു നവമായ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചൈതന്യം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മീയ അഭിഷേകത്താൽ നിറയപ്പെടാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഒരു പുതിയ ഒരു പെന്തക്കോസ്തായുടെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറയണമേ പരിശുദ്ധാത്മാവ് നിറയണമേ. ഞങ്ങളുടെ കുറവുള്ള എല്ലാ ആത്മീയ മേഖലകളിലും ആത്മീയ അഭിഷേകം കൊണ്ട് നിറയണമേ. ഞങ്ങളുടെ എല്ലാ പോരായ്മകളും പരിഹരിക്കണമേ. പുതിയ പെന്തക്കോസ്തായിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറയപ്പെടുവാനായിട്ട്, ജീവിതത്തിന് കുറവുള്ള, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ കുറവുള്ള എല്ലാ മേഖലകളിലും നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും ഈ പെന്തക്കോസ്ത ഒരുക്ക സുദിനങ്ങളിൽ നമുക്ക് ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ